കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് മരണങ്ങൾ കുറയ്ക്കാൻ നിർണായകമായത് ചവറയിലെ KMML എന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. UDFന്റെ കാലത്ത് നഷ്ടത്തിന്റെ കഥ മാത്രം പറഞ്ഞിരുന്ന KMML ഇന്ന് വലിയ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. LDF ഭരണം കൊല്ലത്തിന്റെ വ്യവസായിക മേഖലയിൽ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചത്. കോവിഡിന്റെ ഘട്ടത്തിൽ ദില്ലിയിലടക്കം പ്രാണവായുവിനായി മനുഷ്യൻ പാഞ്ഞു നടന്നപ്പോൾ കേരളത്തിൽ ഓക്സിജന് ഒരു ക്ഷാമവും ഉണ്ടായില്ല. ഓക്സിജൻ നിർമ്മാണത്തിൽ മുൻപന്തിയിൽ നിന്നത് ചവറ KMML ആണ്. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 2005 തോന്നി കമ്പനി നഷ്ടത്തിലായിട്ട് അന്നത്തെ UDF ഗവൺമെൻറ് ഇത് വിൽപ്പനയ്ക്കിട്ടുന്ന ഈ കമ്പനി. പിന്നീടുണ്ടായത് നമുക്ക് ഈ രണ്ടാം ഗവൺമെൻറ് വരുമ്പം തന്നെ ആദ്യത്തെ വർഷം 300-ലേറെ കോടി രൂപ ലാഭത്തിലേക്ക് വന്നു. ടൈറ്റാനിയം ഡയോക്സൈഡ് അടക്കം 11 ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ചവറ KMMLൽ ബൈ പ്രൊഡക്റ്റായാണ് ഓക്സിജൻ നിർമ്മിക്കുന്നത്. അതാണ് കേരളത്തിലെ ജനങ്ങളുടെ ജീവൻ കാത്തത്. കോവിഡ് കാലത്ത് തമിഴ്നാട്ടിലേക്കും KMMLൽ നിന്ന് ദ്രവീകൃത ഓക്സിജൻ അയച്ചിരുന്നു. പൊതുവെ LDF ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ KMML മികച്ച നേട്ടത്തിലേക്ക് പോകുകയും മറിച്ച് UDF ഭരണകാലത്ത് LDFന്റെ നേട്ടം കുറഞ്ഞ് ഏറ്റവും അവസാന കാലഘട്ടത്തിൽ നഷ്ടത്തിലേക്ക് പോകുന്ന പതിവുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2006-ലെ LDF സർക്കാരിൻ്റെ കാലത്താണ് KMMLൽ ടൈറ്റാനിയം സ്പോഞ്ച് യൂണിറ്റ് ആരംഭിക്കുന്നത്. ചന്ദ്രയാൻ പേടകത്തിൽ KMMLലെ ടൈറ്റാനിയം സ്പോഞ്ച് ഉപയോഗിച്ചിരുന്നു. UDF ഭരണകാലത്ത് നഷ്ടത്തിൻ്റെ കഥകൾ മാത്രമാണ് KMMLന് പറയാനുണ്ടായിരുന്നത്. എന്നാൽ 2016-ൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഈ സ്ഥാപനത്തിൻ്റെ തലവര മാറി. വലിയ ലാഭത്തിലായി. UDF ഭരണകാലത്തെ അഴിമതിയും കെടുകാര്യസ്ഥതയും മാറ്റി മികച്ച മാനേജ്മെൻറ്റിലൂടെയാണ് LDF ഭരണം KMMLനെ കൈപിടിച്ച് ലാഭത്തിലേക്ക് ഉയർത്തിയത്. ഉൽപാദനത്തിൽ വൈവിധ്യം കൊണ്ടുവരാനും LDF ഭരണത്തിന് സാധിച്ചു. ക്യാമറാമാൻ അജിത് കുമാറിനൊപ്പം ഷമി പ്രഭാകർ, കൈരളി ന്യൂസ്, കൊല്ലം.